IPLിൻ്റെ 18ാം സീസണിൽ നിന്നും വെറും കൈയോടെ പടിയിറങ്ങുന്നതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാൻ. സൂപ്പർ താരങ്ങളുടെ വലിയൊരു നിരയുണ്ടായിട്ടും ഇത്തവണ ടീമിന് വിജയിക്കാനായില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. രണ്ടാം ക്വാളിഫയറിൽ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിനോട് 5 വിക്കറ്റിന് തോൽവി ഏറ്റുവാങ്ങിയാണ് മുംബൈ പുറത്തായത്. നേരത്തെ എലിമിനേറ്ററിൽ മിന്നുന്ന ഫോമിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തിയെത്തിയ മുംബൈക്ക് അത്തരമൊരു പ്രകടനം പുറത്തെടുക്കാനായില്ല. ബാറ്റിംഗ് നിര തിളങ്ങിയെങ്കിലും ബൗളർമാരുടെ പ്രകടനം മോശമാവുകയും ഫീൽഡിങ്ങിലെ ചില പിഴവുകളുമെല്ലാം മുംബൈക്ക് തിരിച്ചടിയാവുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിനെയും അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെയും പലപ്പോഴും വിമർശിക്കാറുള്ള വ്യക്തിയാണ് ഇർഫാൻ പഠാൻ. കഴിഞ്ഞ വർഷത്തെ IPLിലും ഇതു കണ്ടിട്ടുള്ളതാണ്. പോയിന്റ് പട്ടികയിൽ മുംബൈ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ സീസണിൽ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിക്കും പ്രകടനത്തിനുമെതിരെ അദ്ദേഹം നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ മുംബൈ ഫൈനലിലെത്താതെ പുറത്തായതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ഇർഫാൻ പഠാൻ. ബുംറ നമ്പർ 1 ബോളർ, സൂര്യ നമ്പർ 1 T20 ബാറ്റർ, രോഹിത് ശർമ്മ 5 ട്രോഫികളുള്ള ക്യാപ്റ്റൻ, ഹാർദിക് പ്രീമിയം ഓൾറൗണ്ടർ, സാന്റനർ മികച്ച ഇടംകൈ സ്പിന്നർ, ട്രെന്റ് ബോൾട്ട് ആദ്യ ഓവറിൽ കൂടുതൽ വിക്കറ്റെടുത്ത ബൗളർ. ഇത്രയുമേറെ മാച്ച് വിന്നർമാരുണ്ടായിട്ടും IPL ട്രോഫി നേടാനായില്ല. മുംബൈ ഫാൻസ് വളരെയധികം നിരാശരായിരിക്കും. വളരെ ആഴത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് മുംബൈ നോക്കുകയും ചെയ്യും. ഈ തരത്തിലുള്ള മാച്ച് വിന്നർമാരെ നിങ്ങൾക്ക് ഒരുപാട് T20 ടീമുകളിൽ ലഭിക്കില്ലെന്നായിരുന്നു എക്സിൽ ഇർഫാൻ പഠാൻ കുറിച്ചത്. IPLിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുക്കുകയാണെങ്കിൽ മുംബൈ ടീമിൻ്റെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെന്നും കാണാം. 2020 ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് 5ാം കിരീടമുയർത്തിയ ശേഷം മുംബൈയുടെ ഗ്രാഫ് താഴേക്കാണ്. 2020 ശേഷം രണ്ടാമത്തെ മാത്രം പ്ലേ ഓഫാണ് അവർ ഇത്തവണ കളിച്ചത്. 2 തവണ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തും 1 തവണ 5ാമതുമാണ് മുംബൈ ഫിനിഷ് ചെയ്തത്. 2023 രണ്ടാം ക്വാളിഫയറിലേക്ക് അവർ യോഗ്യത നേടിയെങ്കിലും ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽക്കുകയായിരുന്നു. ഈ സീസണിൽ മുംബൈയുടെ തുടക്കം പാളിയിരുന്നു. ആദ്യത്തെ 5 മത്സരങ്ങൾ 1-ൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. ഇതോടെ കഴിഞ്ഞ സീസണിലേതുപോലെ ഹാർദിക്കും സംഘവും വീണ്ടും 10ാം സ്ഥാനത്തേക്ക് വീഴുമോ എന്ന് ആരാധകരും ഭയന്നു. എന്നാൽ തുടക്കത്തിലെ തിരിച്ചടികൾക്കു ശേഷം മുംബൈ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിച്ച മുംബൈ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് വരെ ഉയർന്നിരുന്നു. എന്നാൽ അതിനുശേഷം അവരുടെ ഫോമിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കുകയായിരുന്നു. എങ്കിലും ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫ് യോഗ്യത നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. തകർപ്പൻ ഫോമിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെ എലിമിനേറ്ററിൽ വീഴ്ത്തിയതോടെ കിരീട ഫേവറേറ്റുകളിലൊന്നായും മുംബൈ മാറിയിരുന്നു. പക്ഷേ പഞ്ചാബിൻ്റെ ആധിപത്യത്തിന് മുന്നിൽ അവർക്ക് മറുപടിയില്ലായിരുന്നു.